Hi friends, welcome to my channel. ഞാൻ ഇന്ന് ടൊമാറ്റോ നീരുള്ളി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ 2 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു പച്ചമുളക്. ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മുറിച്ച് വെച്ച ടൊമാറ്റോ, നീരുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ മുന്നേ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഉള്ളി കുറച്ച് ഫ്രൈ ആയതിനു ശേഷം ടൊമാറ്റോ ഇട്ട് ഫ്രൈ ചെയ്യുന്നവരുമുണ്ട്. ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ ആയാലും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെയും ആവശ്യമില്ല. വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചപ്പാത്തിക്ക് വളരെ ടേസ്റ്റിയാണ്. ടൊമാറ്റോ നീരുള്ളി ഫ്രൈ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.